السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. باب ما جاء في عمامة رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബി തങ്ങൾ തലപ്പാവ് ധരിച്ചിരുന്നു. തലപ്പാവ് ധരിക്കുക എന്നുള്ളത് നിസ്കാരങ്ങളിലും മറ്റുമൊക്കെ സുന്നത്തായ കാര്യമാണ്. അത് ഒഴിവാക്കൽ കറാഹത്താണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഭംഗിയാണ്, അന്തസ്സാണ്. തൊപ്പിയോ തലയെക്കെട്ടോ ഒക്കെ. അപ്പോൾ നബി തങ്ങൾ അത് ധരിച്ചിട്ടുണ്ടായിരുന്നു. തലയെക്കെട്ടും തൊപ്പിയൊക്കെ ഉള്ള ഒരു ഹാജിയാരെ കാണുന്നത് ഒരു വല്ലാത്തൊരു സന്തോഷമാണല്ലോ. ഒരു ഹാജിയാർ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാണ്. حدثنا محمد بن بشار حدثنا عبد الرحمن بن مهدي عن حماد بن سلمة تحويل وحدثنا محمود بن غيلان حدثنا وكيع عن حماد بن سلمة عن أبي الزبير عن جابر رضي الله عنه دخل النبي صلى الله عليه وسلم مكة യൗമൽ ഫത്ഹി വഅലൈഹി ഇമാമത്തുൻ സൗദ. മക്ക വിജയ ദിവസത്തിൽ, മക്ക കീഴടക്കിയ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കറുത്ത തലപ്പാവായിരുന്നു ധരിച്ചിരുന്നത്. എല്ലാ സമയത്തും കറുപ്പ് എന്നല്ല, ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറാൻ പോകുകയാണ് എന്നുള്ളൊരു സൂചനയാണ് ആ കറുപ്പ് തലപ്പാവ് ധരിച്ചതിൻ്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അന്ന് മാത്രമല്ല, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു അലൽ മിമ്പരി വഅലൈഹി ഇമാമത്തുൻ സൗദ. അവർക്ക് കറുത്ത തലപ്പാവ് ധരിച്ച് മിമ്പറിൽ ഖുത്ബ ഓതുന്നത് ഞാൻ നബി തങ്ങളെ കണ്ടു എന്ന് ബഹുമാനപ്പെട്ട അംർ ബിൻ ഹുറൈസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ വെളുത്തവും ധരിച്ചിരുന്നു, കറുപ്പും ധരിച്ചിരുന്നു. മറ്റൊരു ഹദീസാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാന നബിയ്യു ഇദാ അതമ്മ സദല ഇമാമത്തുഹു ബൈന കത്തിഫൈ. തലപ്പാവ് ധരിക്കുമ്പോൾ അതിൻ്റെ വാല് രണ്ട് ചുമലിലൂടെ താഴോട്ട് ഇടുമായിരുന്നു. അപ്പോൾ രണ്ട് വാലുണ്ടായിരുന്നു ചില സമയത്ത്, ചിലപ്പോൾ വാലുണ്ടായിരുന്നില്ല. ചില ആൾക്കാരൊക്കെ നേരെ ബേക്കൊക്കെ ഇടുന്ന കണ്ടില്ല, ഉസ്താദന്മാരെ തലകെട്ട് കെട്ടിയിട്ട്. ചിലതെന്ത് ചെയ്യും, നേരെ ഇങ്ങനെ തോളിലൂടെ ഇങ്ങോട്ട് താഴോട്ട് മുന്നിലേക്ക് ഇങ്ങോട്ടിടും. അപ്പോൾ രണ്ട് തല ഉണ്ടാവില്ല തലകെട്ടിന്, രണ്ട് തല രണ്ട് ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇട്ടിരുന്നു. അതൊരു ഭംഗിയാണ്. ഇനി ഒരു ഭാഗത്ത് കിടുന്നുണ്ട്, അപ്പോൾ വലത് വശത്തൊക്കെ ആയിരിക്കും ആ തലകെട്ടിൻ്റെ വാല് നേരെ മുന്നിലേക്ക് ഇടുക, കഴുത്തിൻ്റെ ഭാഗത്തിലൂടെ വലത് വശത്ത്, അല്ലെങ്കിൽ ഇടത് വശത്ത്. രണ്ട് രീതിയും ഉണ്ട്. രണ്ട് വാലുണ്ടായിരുന്നു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ തലകെട്ടിനെന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു. മറ്റൊരു റിപ്പോർട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബൻ നാസ. നബി തങ്ങൾ ഒരിക്കൽ ജനങ്ങളോട് സംസാരിച്ചു. വഅലൈഹി ഇസ്വാബത്തുൻ ദസ്മ. നബി ധരിച്ചത് ഒരു എണ്ണൻ്റെ മഴക്കൊക്കെ ഉള്ള ഒരു തലകെട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നല്ലോണം എണ്ണയിടുമായിരുന്നു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ. ചില ആൾക്കാർക്കൊക്കെ എണ്ണയിട്ട പ്രശ്നമാണ്. അതൊക്കെ പോലെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. നീരിറക്കുണ്ടാവും, തലവേദന ഉണ്ടാവും, കണ്ണുവേദന ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ അവരുടെ കുറവാണ് ശരീരത്തിൻ്റെ. പല്ലുവേദന ഉണ്ടാവും. നബി തങ്ങൾ നന്നായിട്ട് എണ്ണിട്ടിരുന്നു എന്ന് മാത്രമല്ല, അത് തലപ്പാവിൽ കണ്ട് കണ്ടിരുന്നു. അപ്പോൾ ആ തലപ്പാവിൽ എണ്ണൻ്റെ മയക്കുള്ള ഒരു തലപ്പാവ് ധരിച്ച് ഞാൻ കണ്ടു. അൻ അബീ ബുർദത റളിയല്ലാഹു തആല അൻഹു അഖ്റജത് ഇലൈന ആയിഷ റളിയല്ലാഹു അൻഹാ കിസാഅൻ മുലബ്ബദൻ വഇസാറൻ ഖലീദൻ. ഒരിക്കൽ ആയിഷ ബീവി ഞങ്ങൾക്ക് കാണിച്ചു തന്നു കിസാഅൻ മുലബ്ബദൻ, ഒരു കരിമ്പടം,
ഒരു തുണിയും പിന്നെ ഒരു പുതപ്പുമാണ് ഓരോ വേഷം ഉണ്ടായിരുന്നത്. തുണിയും മുണ്ടുമായിരുന്നല്ലോ പഴയ കാലത്ത് വേഷം. ആ മുണ്ടന്നെ അവർ ഇതാകുന്നൊക്കെ പറഞ്ഞാൽ മാതിരി ഒരു കുറച്ച് വലിയ പുതപ്പായിരിക്കും ഉണ്ടാവുക. ഒരു തുണിയും പിന്നെ ശരീരം നന്നായിട്ട് മൂടുന്ന ഒരു പുതപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ആയിഷ ബീവി എന്ത് ചെയ്തു, കുറേ കഷ്ണങ്ങൾ വെച്ച കിസാ മുലപ്പതൻ, ഒരുപാട് കഷ്ണങ്ങളൊക്കെ വെച്ച ഒരു പുതപ്പും, നമ്മൾ കിടക്കണ ഉറങ്ങാൻ വേണ്ടി നമ്മൾ പുതപ്പ് എന്ന് പറയാറല്ലേ, പുതക്കുന്നത് എന്നതിൻ്റെ അർത്ഥം, ശരീരം അങ്ങനെ പുതക്കുക, അതാ പുതപ്പ് ഞാൻ ഉദ്ദേശിച്ചത്. ഉറങ്ങുമ്പോൾ മാത്രമല്ലല്ലോ പുതക്കുക, ചില വേഷത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, ചില ആളുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഓ ഇസാറെന്ന് പറയുന്ന ഭയങ്കര കട്ടിയുള്ള ഒരു തുണിയും ആയിഷ ബീവി ഞങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഖുബിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഹാദൈൻ, ഈ 2 വസ്ത്രം ധരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായത്. ഒരു തുണിയും കുറേ കഷ്ണങ്ങൾ, പുതപ്പിൽ സാധാരണ കഷ്ണം വെക്കില്ല, ഒറ്റ തുണി ഉണ്ടാകുക, പക്ഷെ അത് പല കഷ്ണങ്ങൾ വെച്ച് കൂട്ടി കെട്ടിയിട്ടുള്ള ഒരു പുതപ്പ്. പഴയ കാലത്തൊക്കെ വസ്ത്രത്തിന് കുറവുണ്ടായിരുന്ന കാലത്ത് അങ്ങനെയാണല്ലോ, പല തുണി കഷ്ണം വെച്ച തുണി ഉണ്ടാവും. തുണിമലൊക്കെ നമ്മൾ ഉടുക്കുന്ന തുണിമലൊക്കെ കഷ്ണങ്ങളുണ്ടാവും, കീറിയിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ അനുഭവിച്ച ആൾക്കാർ, കുറച്ച് പ്രായമുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നബി തങ്ങൾ അതിൽ വഫാത്തായിപ്പോയി. നബിക്ക് ഇപ്പം എന്താ കുറവില്ലേ, ഒരു പരുത്ത തുണിയും ഒരു കഷ്ണം വെച്ച പുതപ്പിലും മരിച്ചതുകൊണ്ട് നബിക്ക് പദവിയൊന്നും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബർക്കത്തിന് വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. പിന്നെ ഒരു ജുബ്ബ ഉണ്ടായിരുന്നു, അതേപോലെ നബി തങ്ങൾ ധരിച്ചിരുന്നത്. ആയിഷ ബീവി മരിച്ചപ്പോൾ അസ്മാ ബീവിയായി. രോഗികൾക്കൊക്കെ ശമനത്തിനൊക്കെ അത് വെള്ളത്തിൽ മുക്കി ഒക്കെ കൊടുക്കുമായിരുന്നു. മറ്റൊരു ഹദീസ്, ബൈന അന അംശി ബിൽ മദീന, അശ്അസ് ബിൻ സുലൈം റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ അമ്മായി ബാപ്പാൻ്റെ പെങ്ങള് അവരുടെ പിതൃവിനെ കുറിച്ച് പറയുന്നൊരു സംഭവം. ഞാനിങ്ങനെ മദീനയിൽ ഇങ്ങനെ നടക്കുമ്പോൾ, ഇത് ഇൻസാനുൻ ഖൽഫി യഖൂൽ, ഒരു മനുഷ്യൻ എൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, ഇർഫ ഇസാർക്ക്, തുണി കുറച്ച് കയറ്റിടുമോ എന്ന് പറഞ്ഞു. ഫഇന്നഹു അത്ഖാ വ അബ്ഖാ, അതാണ് തഖ്വയും അതാണ് ശുദ്ധിയും എന്ന് പിന്നൊരാൾ വന്നിട്ട് പറഞ്ഞു. തഖ്വയും അതാണ്, ശുദ്ധിയും അതാണ്. തുണി ഇങ്ങനെ തിരിയാണിൻ്റെ കീപ്പെട്ട് വലിച്ചു കിടന്നാൽ ആകെ വൃത്തികേടാവില്ലേ. ഞാൻ നോക്കുമ്പോൾ ഇദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബിയായിരുന്നു. വഖുൽതു യാ റസൂലല്ലാഹ് ഇന്നമാ ഹിയ ബുർദത്തുൻ മൽഹാ, നബിയെ ഇത് ആ അഴുകിയ ഒരു പുതപ്പല്ലേ, ഇതങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ധരിക്കണമെന്ന്, ആറാബിളൊക്കെ ധരിക്കണ തീരെ വൃത്തിഹീനമായ ആകർഷകത്തല്ലാത്ത ഒരു പഴയ മുണ്ടാണ്, അതൊക്കെ ബന്ധാപ്പോൾ കുറച്ച് താഴ്ന്നാല് എന്ന അർത്ഥത്തിന് മുമ്പിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, അമാല കഫിയ ഉസ്വ, അല്ല മോനെ നിനക്ക് എന്നിൽ മാതൃകയില്ലേ, ഞാൻ ഉടുത്തേണ്ടില്ലേ, ഞാൻ ഉടുത്തത് കണ്ടില്ലേ. അപ്പോൾ അത് പഴയതാണെങ്കിലും ഫോമിനല്ലെങ്കിലും വൃത്തിക്കല്ലെങ്കിലും ഒക്കെ സാധാരണ വസ്ത്രമാണെങ്കിൽ തന്നെ എൻ്റെ മാതൃക കണ്ട് നീ വളർന്നോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി അംഗീകരിക്കണമെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞത് ശരിയാണ്. ആ തുണി ഇപ്പോൾ കുറച്ചാൾ കീപ്പെട്ട് പോയതുകൊണ്ട് അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. കാരണം അത് അഹങ്കരിക്കപ്പെടുന്ന വസ്ത്രമല്ല, അത് പഴയ ഒരു വസ്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല, നിനക്ക് അഹങ്കാരം ഉണ്ട് എന്ന അർത്ഥത്തിനല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ സുന്നത്ത് പിൻപറ്റുക എന്ന അടിസ്ഥാനത്തിൽ നീ അങ്ങനെ കയറ്റിയെടുത്ത ആളാന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നദർത്തു, അപ്പോൾ ഞാൻ നബി എന്താ എടുത്ത് നോക്കിയപ്പോൾ ഫൈദാ ഇസാറുഹുല നിസ്ഫി സാഖൈഹി, തൻ്റെ തണ്ടം കാലിൻ്റെ പകുതി വരെയുള്ള റസൂലുള്ളാഹിൻ്റെ തുണി. പഴയ കാലത്തെ ആളുകളൊക്കെ അങ്ങനെ തുണി എടുക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ആരും എടുക്കുകയില്ല വന്നിട്ടുണ്ട്. പഴയ കാലത്തെ കാക്കാരും അല്ലാക്കാരും ഒക്കെ മുദരിസുമാർ പലരും ആ തണ്ടംകാല് നെരിയാണിൻ്റെ കുറേ മേപ്പെട്ടാട് കയറി അതുവരെയാണ് തുണി ഉണ്ടായിരുന്നത്. അതിനൊരു പ്രത്യേക ഒരു ഭംഗിയും ഗാംഭീര്യമൊക്കെയാണ്. സലമത്ത് ബിൻ അക്വാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ, കാന ഉസ്മാൻ ബിൻ അഫ്ഫാൻ യത്തസിറു ഇലാ അൻസാഫി സാഖൈഹി,
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, വലിയ ആളാണ്. തണ്ടങ്കാലിൻ്റെ പകുതി വരെയായിരുന്നു തുണി ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹക്കദാ തിസ്റത്തു സാഹിബി, ഇതായിരുന്നു എൻ്റെ സാഹിബിൻ്റെ വസ്ത്രധാരണ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി ബിഅദലത്തി സാഖി ഔ സാഖിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തണ്ടങ്കാലിൻ്റെ ആ ഇറച്ചി ഇങ്ങോട്ട് പിടിച്ചു. മുട്ടുംകാലിൻ്റെ കാലുമുട്ടിൻ്റെ താഴെ ആ ഇറച്ചി കട്ടി കൂടി നിൽക്കുന്ന സ്ഥലമല്ലേ, ആ പള്ള, അവിടെ അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഇതുവരെയാണ് കേട്ടോ ഇസാറിൻ്റെ സ്ഥലം, തുണിയെടുക്കേണ്ട സ്ഥലം. ഫൈൻ അബൈത്ത, പോരെങ്കിൽ പാസ്വല കുറച്ചും കൂടിയും താഴ്ത്താം. ഫൈൻ അബൈത്ത, അതും പോരാ എങ്കിൽ ഫലാഹക്കൽ ഇസാരി ഫിൽ കാബിൻ, തുണി നെര്യാണിമക്ക് വരാൻ പാടില്ല, അത് തെറ്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തലയെക്കെട്ട് പറഞ്ഞു, നബി തങ്ങൾ തലയെക്കെട്ടുണ്ടായിരുന്നു. അതുപോലെ തുണി എടുത്തിരുന്നത് തണ്ടങ്കാലിൻ്റെ പകുതി വരെ ആയിരുന്നു തുണി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഖമീസാണെങ്കിലൊക്കെ. പിന്നെ ഇത് നിശ്ചയിച്ചതിൻ്റെ ഉദ്ദേശം തഖ്വയും ശുദ്ധിയാണ്. താഴോട്ട് താഴ്ന്നിടത്തോളം വൃത്തികേടും മറ്റുമൊക്കെ ആവുകയും ചെയ്യും. വൃത്തികേടായാലും ആയില്ലെങ്കിലും നബിൻ്റെ പറയുന്ന മാതൃക, എൻ്റെ മാതൃക എനിക്കില്ല എന്നാണ് ചോദിക്കണേ. അപ്പോൾ അതാണ് അതിലുള്ള ഉദ്ദേശം, നബി ചെയ്ത മാതിരി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകമായ സുന്നത്തൊക്കെ ഉണ്ട്. നമ്മളെ യുക്തിക്കും ബുദ്ധി കൊണ്ടൊക്കെ ആലോചിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അഹങ്കാരം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ നേരാണിൻ്റെ കീഴ്പ്പെട്ട് എന്താക്കരുത്, തുണി പോകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തിരട്ടെ, അവൻ്റെ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. നമ്മുടെ നോമ്പ് നിസ്കാരങ്ങളൊക്കെ അല്ലാഹു ഖബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മക്കൾക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവരെയും നമുക്ക് ഈമാൻ നൽകിയുള്ള മരണം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.